8/6/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഓർമ്മയിലൂടെയാണ് വികർമ്മം വിനാശമാകുന്നത്, ട്രാൻസിലൂടെ അല്ല. ട്രാൻസ് ചില്ലിക്കാശിൻ്റെ കളിയാണ്. അതിനാൽ ട്രാൻസിൽ പോകുവാനുള്ള ആശ വയ്ക്കാതിരിക്കൂ. ചോദ്യം: മായയുടെ ഭിന്ന ഭിന്ന രൂപങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ബാബ എല്ലാ കുട്ടികൾക്കും ഏതൊരു മുന്നറിയിപ്പ് നൽകുന്നു? ഉത്തരം: മധുരമായ കുട്ടികളെ, ട്രാൻസിൻ്റെ ആശ വയ്ക്കാതിരിക്കൂ. ജ്ഞാനയോഗത്തിൽ ട്രാൻസിന് ഒരു കണക്ഷനുമില്ല. മുഖ്യമായത് പഠനമാണ്. ചിലർ ട്രാൻസിൽ പോയ ശേഷം പറയുന്നു, എന്നിൽ മമ്മ വന്നു, ബാബ വന്നു എന്നെല്ലാം. ഇതെല്ലാം സൂക്ഷ്മമായ മായയുടെ സങ്കല്പമാണ്. ഇതിനോട് വളരെയധികം സൂക്ഷിച്ചിരിക്കണം. മായ പല കുട്ടികളിലും പ്രവേശിച്ച് തലകീഴായ കാര്യം ചെയ്യിക്കുന്നു. അതിനാൽ ട്രാൻസിൻ്റെ ആശ വയ്ക്കരുത്. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികൾ ഇത് മനസ്സിലാക്കി ഒരു ഭാഗത്ത് ഭക്തി, മറുഭാഗത്ത് ജ്ഞാനം. ഭക്തിയാണെങ്കിൽ അളവറ്റതാണ്. പഠിപ്പിക്കുന്നവർ അനേകമുണ്ട്. ശാസ്ത്രവും പഠിപ്പിക്കുന്നു, മനുഷ്യനും പഠിപ്പിക്കുന്നു. ഇവിടെ ഏതെങ്കിലും ശാസ്ത്രമില്ല, മനുഷ്യനുമില്ല. ഇവിടെ പഠിപ്പിക്കുന്നവൻ ഒരേ ഒരു ആത്മീയ പിതാവാണ്. ആ ഒന്ന് ആത്മാക്കൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മാവ് തന്നെയാണ് ധാരണ ചെയ്യുന്നത്. പരംപിത പരമാത്മാവിൽ ഈ മുഴുവൻ ജ്ഞാനവുമുണ്ട്. 84 ചക്രത്തിൻ്റെ നോളജ് ആ ഒന്നിലുണ്ട്. അതിനാൽ ആ ഒന്നിനെയും സ്വദർശന ചക്രധാരി എന്ന് പറയാനാകും. കുട്ടികളായ നമ്മളെയും ആ ഒന്ന് സ്വദർശന ചക്രധാരി ആക്കിക്കൊണ്ടിരിക്കുന്നു. ബാബയും ബ്രഹ്മാവിൻ്റെ ശരീരത്തിലുണ്ട്. അതിനാൽ ആ ഒന്നിനെ ബ്രാഹ്മണൻ എന്നും പറയാനാകും. ആ ഒന്നിൻ്റെ കുട്ടികളായ നമ്മളും ബ്രാഹ്മണനും ദേവതയുമാകുന്നു. ഇപ്പോൾ ബാബയിരുന്ന് ഓർമ്മയുടെ യാത്ര പഠിപ്പിക്കുന്നു. ഇതിൽ ഹഠയോഗത്തിൻ്റെയും മറ്റും ഒരു കാര്യവുമില്ല. ലോകർ ഹഠയോഗത്തിലൂടെ ട്രാൻസിലും മറ്റും പോകുന്നു. ഇത് മഹത്വമുള്ള ഒന്നല്ല. ട്രാൻസിനും മഹത്വമൊന്നുമില്ല. ട്രാൻസ് ചില്ലിക്കാശിൻ്റെ ഒരു കളിയാണ്. നമ്മൾ ട്രാൻസിൽ പോകുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും ആരോടും പറയരുത്. കാരണം ഇക്കാലത്ത് വിദേശത്തും മറ്റും പലയിടങ്ങളിലും അനേകം പേർ ട്രാൻസിൽ പോകുന്നു. ട്രാൻസിൽ പോകുന്നതിലൂടെ അവർക്കും ഒരു നേട്ടവുമില്ല, നിങ്ങൾക്കും ഒരു നേട്ടവുമില്ല. ബാബ അറിവ് നൽകിയിട്ടുണ്ട്. ട്രാൻസിൽ ഓർമ്മയുടെ യാത്രയില്ല, ജ്ഞാനവുമില്ല. ധ്യാനത്തിൽ അഥവാ ട്രാൻസിൽ പോകുന്നവർ ഒരിക്കലും ജ്ഞാനം കേൾക്കുകയില്ല, പാപവും ഭസ്മമാകില്ല. ട്രാൻസിന് മഹത്വമൊന്നുമില്ല. കുട്ടികൾ യോഗം ചെയ്യുന്നു, അതിനെ ട്രാൻസ് എന്ന് പറയുന്നില്ല. ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകും. ട്രാൻസിലൂടെ വികർമ്മം വിനാശമാകില്ല. ബാബ മുന്നറിയിപ്പ് നൽകുന്നു, കുട്ടികളെ, ട്രാൻസിൻ്റെ താല്പര്യം വയ്ക്കാതിരിക്കൂ. നിങ്ങൾ അറിയുന്നുണ്ട്, ഈ സന്യാസിമാർക്ക് മറ്റും ജ്ഞാനം ലഭിക്കുന്നത് വിനാശത്തിൻ്റെ സമയമാകുമ്പോഴാണ്. നിങ്ങൾ അവർക്ക് ഇങ്ങനെ ക്ഷണം നൽകിക്കൊണ്ടിരുന്നാലും ഈ ജ്ഞാനം അവരുടെ കലശത്തിൽ വേഗം വരില്ല. എപ്പോഴാണോ വിനാശം മുന്നിൽ കാണുന്നത് അപ്പോൾ വരും. ഇപ്പോൾ മൃത്യു വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കും. എപ്പോഴാണോ സമീപത്ത് കാണുന്നത് അപ്പോൾ അംഗീകരിക്കും. അവരുടെ പാർട്ട് തന്നെ അന്തിമത്തിലാണ്. നിങ്ങൾ പറയുന്നു, ഇപ്പോൾ വിനാശം വരാൻ പോകുന്നു, മൃത്യു വരേണ്ടതുണ്ട്. അവർ വിചാരിക്കുന്നു ഇത് ഇവരുടെ കെട്ടുകഥയാണെന്ന്. നിങ്ങളുടെ വൃക്ഷം പതുക്കെ വളരുന്നു. സന്യാസിമാരോട് കേവലം പറയണം, ബാബയെ ഓർമ്മിക്കൂ. ബാബ ഇതും മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കാൻ പാടില്ല. കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണെങ്കിൽ ബാബയെ എങ്ങനെ കാണും? ഞാൻ ആത്മാവാണ്. പരംപിത പരമാത്മാവിൻ്റെ മുന്നിലിരിക്കുകയാണ്. അത് കാണുവാൻ കഴിയില്ല. എന്നാൽ ഈ ജ്ഞാനം ബുദ്ധിയിലുണ്ട്. കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പരംപിത പരമാത്മാവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ ശരീരത്തിൻ്റെ ആധാരത്തിലൂടെ. ധ്യാനം അഥവാ ട്രാൻസിനെയും മറ്റും കാര്യമേയില്ല. ധ്യാനത്തിൽ പോകുന്നത് വലിയ കാര്യമൊന്നുമല്ല.
ഈ ഭോഗിൻ്റെയും മറ്റുമെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. സെർവൻ്റായി ഭോഗ് വച്ച ശേഷം വരുന്നു. സെർവൻസ് വലിയ വ്യക്തികളെ കഴിപ്പിക്കുന്നു. നിങ്ങളും സെർവൻ്റാണ്. ദേവതമാർക്ക് ഭോഗ് അർപ്പിക്കുവാൻ പോകുന്നു. അത് ഫരിഷ്തയാണ്. അവിടെ മമ്മയെയും ബാബയെയും കാണുന്നു. ആ സമ്പൂർണ്ണ മൂർത്തിയും എയിം ഒബ്ജക്റ്റാണ്. അവരെ ഇങ്ങനെ ഫരിഷ്ത ആരാണാക്കിയത്? പിന്നെ ധ്യാനത്തിൽ പോകുന്നത് വലിയ കാര്യമൊന്നുമല്ല. ഏതുപോലെ ഇവിടെ ശിവ് ബാബ നിങ്ങളെ പഠിപ്പിക്കുന്നു, അതേപോലെ അവിടെയും ശിവ് ബാബ ഇതിലൂടെ ചിലത് മനസ്സിലാക്കിക്കും. സൂക്ഷ്മവതനത്തിൽ എന്ത് നടക്കുന്നു ഇത് കേവലം അറിയേണ്ടതുണ്ട്. പിന്നെ ട്രാൻസിനും മറ്റും മഹത്വമൊന്നും നൽകേണ്ടതില്ല. ആരെങ്കിലും ട്രാൻസ് കാണിച്ചു കൊടുക്കുന്നതും ബാലിശമാണ്. ബാബ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുന്നു, ട്രാൻസിൽ പോകാതിരിക്കൂ. ഇതിലും പലപ്പോഴും മായ പ്രവേശിക്കും. ഇത് പഠനമാണ്. കൽപ്പകൽപ്പങ്ങളിൽ ബാബ വന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ സംഗമയുഗമാണ്. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആകേണ്ടതുണ്ട്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. പാർട്ടിനും മഹിമയുണ്ട്. ബാബ വന്ന് ഡ്രാമയനുസരിച്ച് പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് ബാബയിൽ നിന്നും ഒരു തവണ പഠിച്ച് മനുഷ്യനിൽ നിന്നും ദേവത തീർച്ചയായും ആകേണ്ടതുണ്ട്. ഇതിൽ കുട്ടികൾക്ക് സന്തോഷമുണ്ടാകുന്നു. നമ്മൾ ബാബയെയും രചനയുടെ ആദ്യമധ്യ അന്ത്യത്തെയും അറിഞ്ഞു കഴിഞ്ഞു. ബാബയുടെ ശിക്ഷണങ്ങൾ നേടി വളരെയധികം ഹർഷിതമാകണം. നിങ്ങൾ പഠിക്കുന്നതും പുതിയ ലോകത്തിലേക്ക് വേണ്ടിയാണ്. അവിടെ ദേവതമാരുടെ രാജ്യമാണ്. അപ്പോൾ തീർച്ചയായും പുരുഷോത്തമ സംഗമയുഗത്തിൽ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ ദുഃഖത്തിൽ നിന്നും മുക്തമായി സുഖത്തിലേക്ക് പോകുന്നു. ഇവിടെ തമോ പ്രധാനം ആയത് കാരണം നിങ്ങൾ രോഗബാധിതമാകുന്നു. ഈ രോഗങ്ങളെല്ലാം ഇല്ലാതാകേണ്ടതുണ്ട്. മുഖ്യമായത് പഠനം തന്നെയാണ്. ഇതുമായി ട്രാൻസിന് കണക്ഷനൊന്നുമില്ല. ഇത് വലിയ കാര്യമല്ല. ധാരാളം സ്ഥലങ്ങളിൽ ഇങ്ങനെ ട്രാൻസിൽ പോകുന്നു. പിന്നെ പറയുന്നു മമ്മ വന്നു, ബാബ വന്നു. ബാബ പറയുന്നു ഇത് ഒന്നും തന്നെയല്ല. ബാബ ഒരേ ഒരു കാര്യം മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ പകുതി കൽപ്പം ദേഹാഭിമാനിയായി മാറി. ഇപ്പോൾ ദേഹി അഭിമാനിയായി ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ വികർമ്മം വിനാശമാകും. ഇതിനെ ഓർമ്മയുടെ യാത്ര എന്ന് പറയുന്നു. യോഗം എന്ന് പറയുന്നതിലൂടെ യാത്ര തെളിയുന്നില്ല. ആത്മാക്കളായ നിങ്ങൾക്ക് ഇവിടെ നിന്നും പോകേണ്ടതുണ്ട്. തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനം ആകേണ്ടതുണ്ട്. നിങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ യോഗത്തിൽ യാത്രയുടെ കാര്യമില്ല. ഹഠയോഗികൾ അനേകമുണ്ട്. അത് ഹഠയോഗമാണ്. ഇത് ബാബയെ ഓർമ്മിക്കലാണ്. ബാബ പറയുന്നു മധുരമധുരമായ കുട്ടികളെ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഇങ്ങനെ മറ്റാരും ഒരിക്കലും മനസ്സിലാക്കിക്കുകയില്ല. ഇത് പഠനമാണ്. ബാബയുടെ കുട്ടിയായി മാറി. പിന്നെ ബാബയിൽ നിന്നും പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. ബാബ പറയുന്നു നിങ്ങൾ മ്യൂസിയം തുറക്കൂ. സ്വയമേ നിങ്ങളുടെ അടുക്കൽ വരും. വിളിക്കുന്നതിൻ്റെ പ്രയാസമുണ്ടാകില്ല. ഈ ജ്ഞാനം വളരെ നല്ലതാണ്, ഒരിക്കലും കേട്ടിട്ടേയില്ല എന്ന് പറയും. ഇതിൽ ക്യാരക്ടർ നന്നാകുന്നു. മുഖ്യമായത് പവിത്രത തന്നെയാണ്. ഇതിൻ്റെ കാര്യത്തിൽ തന്നെയാണ് കോലാഹലങ്ങളും മറ്റും നടക്കുന്നത്. വളരെ പേർ ഫെയിലാവുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അതിനെ കാണുന്നതേയില്ല എന്ന തരത്തിലുള്ള അവസ്ഥയുണ്ടാകുന്നു. കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും നിങ്ങളുടെ ബുദ്ധി ആ ഭാഗത്തായിരിക്കട്ടെ. ഇതുപോലെ ബാബ പിതാവ് പുതിയ കെട്ടിടം നിർമ്മിക്കുമ്പോൾ എല്ലാവരുടെയും ബുദ്ധി പുതിയ കെട്ടിടത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നുവല്ലോ. ഇപ്പോൾ പുതിയ ലോകം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പരിധിയില്ലാത്ത പിതാവ് പരിധിയില്ലാത്ത വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ സ്വർഗവാസി ആകുന്നതിനായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചക്രം പൂർത്തിയായി. ഇപ്പോൾ നമുക്ക് വീട്ടിലേക്കും സ്വർഗത്തിലേക്കും പോകേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പാവനവും തീർച്ചയായും ആകേണ്ടതുണ്ട്. ഓർമ്മയുടെ യാത്രയിലൂടെ പാവനമാകണം. ഓർമ്മയിൽ തന്നെയാണ് വിഘ്നമുണ്ടാകുന്നത്. ഇതിൽ തന്നെയാണ് നിങ്ങളുടെ യുദ്ധമുള്ളത്.
പഠനത്തിൽ യുദ്ധത്തിൻ്റെ കാര്യമുണ്ടാകുന്നില്ല. പഠനം തികച്ചും സിമ്പിളാണ്. 84-ൻ്റെ ചക്രത്തിൻ്റെ നോളജ് വളരെ സഹജമാണ്. പിന്നെ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇതിലാണ് പ്രയത്നം. ബാബ പറയുന്നു, ഓർമ്മയുടെ യാത്ര മറന്നു പോകരുത്. ഏറ്റവും കുറഞ്ഞത് 8 മണിക്കൂർ തീർച്ചയായും ഓർമ്മിക്കൂ. ശരീര നിർവഹണത്തിന് വേണ്ടി കർമ്മവും ചെയ്യണം, ഉറങ്ങുകയും വേണം. സഹജമാർഗമാണല്ലോ. അഥവാ ഉറങ്ങരുത് എന്ന് പറയുകയാണെങ്കിൽ അത് ഹഠയോഗമായി. ഹഠയോഗികൾ വളരെയധികമുണ്ട്. ബാബ പറയുന്നു, ആ ഭാഗത്തേക്ക് യാതൊന്നും നോക്കേണ്ടതില്ല. അതിലൂടെ ഒരു നേട്ടവുമില്ല. എത്ര ഹഠയോഗവും മറ്റും പഠിപ്പിക്കുന്നു. ഇതെല്ലാം മനുഷ്യമതമാണ്. നിങ്ങൾ ആത്മാക്കളാണ്. ആത്മാവ് തന്നെയാണ് ശരീരമെടുത്ത് പാർട്ട് അഭിനയിക്കുന്നത്, ഡോക്ടറും മറ്റും ആകുന്നത്. എന്നാൽ മനുഷ്യർ ദേഹാഭിമാനിയായി മാറിയിരിക്കുകയാണ്. ഞാൻ ഇന്നയാളാണ് എന്നെല്ലാം. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ഞാൻ ആത്മാവാണ്, ബാബയും ആത്മാവാണ്. ഈ സമയത്ത് ആത്മാക്കളായി നിങ്ങളെ പരംപിതാവ് പഠിപ്പിക്കുന്നു. അതിനാൽ ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. കൽപ്പകൽപ്പങ്ങളിൽ കണ്ടുമുട്ടുന്നു. പിന്നെ മുഴുവൻ ലോകത്തിലെയും ആരെല്ലാം ഉണ്ടോ അവരെല്ലാം ദേഹാഭിമാനത്തിൽ വന്ന് ദേഹമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. ബാബ പറയുന്നു, ഞാൻ ആത്മാക്കളെ പഠിപ്പിക്കുന്നു. ജഡ്ജും ബാരിസ്റ്ററും മറ്റും ആത്മാവാണ് ആകുന്നത്. ആത്മാവായി നിങ്ങൾ സദോപ്രധാനവും പവിത്രവുമായിരുന്നു. പിന്നെ നിങ്ങൾ പാട്ട് അഭിനയിച്ച് എല്ലാവരും പതീതമായി. അപ്പോൾ വിളിക്കുന്നു, ബാബ വന്ന് നമ്മളെ പാവന ആത്മാവാക്കൂ. ബാബ പാവനം തന്നെയാണ്. ഈ കാര്യം കേൾക്കുമ്പോഴാണ് ധാരണയാകുന്നത്. കുട്ടികളായ നിങ്ങൾക്ക് ധാരണയുണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ ദേവതയാകുന്നു. മറ്റാരുടെയും ബുദ്ധിയിൽ ഇരിക്കുകയില്ല. കാരണം ഇത് പുതിയ കാര്യമാണ്. ഇത് ജ്ഞാനമാണ്, അത് ഭക്തിയാണ്. നിങ്ങളും ഭക്തി ചെയ്ത് ദേഹാഭിമാനിയായി മാറുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ ആത്മാഭിമാനിയാകൂ. നമ്മൾ ആത്മാക്കളെ ബാബ ഈ ശരീരത്തിലൂടെ പഠിപ്പിക്കുന്നു. അടിക്കടി ഇത് ഓർമ്മിക്കൂ. ആത്മാക്കളുടെ പിതാവായ പരമാത്മാവ് പഠിപ്പിക്കുന്ന ഒരേ ഒരു സമയമാണിത്. അതിനാൽ ബാബ വീണ്ടും പറയുന്നു, മധുരമായ കുട്ടികളെ, സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയിക്കൂ. ബാബയെ ഓർമ്മിക്കൂ. ഇത് വളരെ ഉയർന്ന യാത്രയാണ്. കയറിയാൽ വൈകുണ്ഠരസം നുണയാം. വികാരത്തിൽ വീഴുന്നതിലൂടെ പൂർണ്ണമായും തവിടുപൊടിയാകുന്നു. എന്നിരുന്നാലും സ്വർഗത്തിൽ വരും. പക്ഷേ പദവി വളരെ കുറഞ്ഞതായിരിക്കും. ഇത് രാജധാനിയാണ് സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറഞ്ഞ പദവിയുള്ളവരും വേണം. എല്ലാവരും ജ്ഞാനത്തിൽ നടക്കുന്നില്ല. എങ്കിൽ പിന്നെ ബാബയ്ക്ക് ധാരാളം കുട്ടികൾ ലഭിക്കേണ്ടതാണ്. അഥവാ ലഭിച്ചാൽ പോലും അല്പസമയത്തേക്ക് മാത്രമാണ്. മാതാക്കളായ നിങ്ങളുടെ വളരെ മഹിമയുണ്ട്. വന്ദേ മാതരം എന്നും പാടപ്പെടുന്നു. ജഗദംബയുടെ എത്ര വലിയ മേള നടക്കുന്നു. കാരണം വളരെയധികം സർവീസ് ചെയ്തു. ആര് വളരെയധികം സർവീസ് ചെയ്തോ അവർ വളരെ വലിയ രാജാവാകുന്നു. ദിൽവാഡ ക്ഷേത്രവും നിങ്ങളുടെ തന്നെ സ്മാരകമാണ്. പുത്രിമാരായി നിങ്ങൾ വളരെയധികം സമയം കണ്ടെത്തണം. നിങ്ങൾ ഭക്ഷണവും മറ്റും ഉണ്ടാക്കുമ്പോൾ വളരെ ശുദ്ധമായ ഭോജനം ഓർമ്മയിലിരുന്ന് ഉണ്ടാക്കണം. അത് ആരെങ്കിലും കഴിപ്പിക്കുമ്പോൾ അവരുടെയും ഹൃദയം ശുദ്ധമാകട്ടെ. ഇങ്ങനെയുള്ള ഭോജനം ലഭിക്കുന്നവർ വളരെ കുറവാണ്. സ്വയം തന്നോട് ചോദിക്കൂ, ഞാൻ ശിവ് ബാബയുടെ ഓർമ്മയിലിരുന്ന് ഭോജനം ഉണ്ടാക്കുന്നുണ്ടോ? ഭോജനം കഴിക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയം ഉരുകിപ്പോകുന്ന തരത്തിൽ ഞാൻ ശിവ് ബാബയുടെ ഓർമ്മയിലിരുന്ന് ഭോജനം ഉണ്ടാക്കുന്നുണ്ടോ? അടിക്കടി ഓർമ്മ മറന്നു പോകുന്നു. ബാബ പറയുന്നു, മറക്കുന്നതും ഡ്രാമയിൽ അടങ്ങിയതാണ്. കാരണം നിങ്ങൾ 16 കല ഇപ്പോൾ ആയിട്ടില്ല. സമ്പൂർണം തീർച്ചയായും ആകേണ്ടതുണ്ട്. പൗർണമിയിലെ ചന്ദ്രനിൽ എത്ര തിളക്കമുണ്ട്. പിന്നെ കുറഞ്ഞു വര മാത്രം അവശേഷിക്കുന്നു. ഘോര അന്ധകാരമാകുന്നു, വീണ്ടും ഘോര പ്രകാശമാകുന്നു.
ഈ വികാരവും മറ്റും ഉപേക്ഷിച്ച് ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ നിങ്ങളുടെ ആത്മാവ് സമ്പൂർണമായി മാറും. നിങ്ങൾ മഹാരാജാവാകണം എന്നാഗ്രഹിക്കുന്നു, പക്ഷേ എല്ലാവർക്കും ആകാൻ സാധിക്കില്ല. പുരുഷാർത്ഥം എല്ലാവർക്കും ചെയ്യേണ്ടതുണ്ട്. ചിലരാണെങ്കിൽ ഒരു പുരുഷാർത്ഥവും ചെയ്യുന്നില്ല. അതിനാൽ മഹാരഥി, കുതിരസവാരി, കാലാൾ എന്ന് പറയുന്നു. മഹാരഥികൾ കുറച്ചു പേരേ ഉള്ളൂ. പ്രജകളും സൈനികരും എത്രയുണ്ടോ അത്രയും കമാൻഡോസോ മേജേഴ്സോ ഉണ്ടായിരിക്കില്ല. നിങ്ങളിലും കമാൻഡേഴ്സും മേജേഴ്സും ക്യാപ്റ്റനുമുണ്ട്, കാലാളുമുണ്ട്. ഇതും നിങ്ങളുടെ ആത്മീയ സേനയാണല്ലോ. മുഴുവൻ ആധാരവും ഓർമ്മയുടെ യാത്രയുടെ മേലാണ്. അതിലൂടെ തന്നെയാണ് ബലം ലഭിക്കുന്നത്. നിങ്ങൾ ഗുപ്ത വാരിയേഴ്സാണ്. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ വികർമ്മങ്ങളുടെ ഏതൊരു ചപ്പുചവറുണ്ടോ അത് ഭസ്മമാകുന്നു. ബാബ പറയുന്നു, തൊഴിൽ കാര്യങ്ങൾ ചെയ്തുകൊള്ളൂ, ബാബയെ ഓർമ്മിക്കൂ. നിങ്ങൾ ഒരു പ്രിയതമൻ്റെ ജന്മജന്മാന്തരങ്ങളിലെ പ്രിയതമയാണ്. ഇപ്പോൾ ആ പ്രിയതമനെ ലഭിച്ചു. അപ്പോൾ ആ ഒന്നിനെ ഓർമ്മിക്കണം. മുൻപ് ഓർമ്മിച്ചിരുന്നു, പക്ഷേ വികർമ്മം വിനാശമാകുമായിരുന്നില്ല. ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനം ആകേണ്ടതുണ്ട്. ആത്മാവിന് തന്നെയാണ് ആകേണ്ടത്. ആത്മാവ് തന്നെയാണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ജന്മജന്മാന്തരങ്ങളിലെ മാലിന്യം നീക്കം ചെയ്യണം. ഇത് മൃത്യുലോകത്തിലെ അന്തിമ ജന്മമാണ്. പിന്നീട് അമരലോകത്തിലേക്ക് പോകേണ്ടതുണ്ട്. ആത്മാവിന് പാവനമാകാതെ പോകാൻ സാധിക്കില്ല. എല്ലാവർക്കും അവരവരുടേതായ കണക്കുകൾ സമാപ്തമാക്കി പോകേണ്ടതുണ്ട്. അഥവാ ശിക്ഷകൾ അനുഭവിച്ചാണ് പോകുന്നതെങ്കിൽ പദവി കുറഞ്ഞു പോകും. ആര് ശിക്ഷ അനുഭവിക്കുന്നില്ലയോ കേവലം അവരാണ് മാലയിലെ 8 മണികളായി പറയപ്പെടുന്നത്. നവരത്നങ്ങളുടെ മോതിരവും മറ്റുമുണ്ടാക്കുന്നു. ഇങ്ങനെ ആകണമെങ്കിൽ ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ വളരെയധികം പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സംഗമയുഗത്തിൽ സ്വയം തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. പഠനത്തിൻ്റെയും പവിത്രതയുടെയും ധാരണയിലൂടെ തൻ്റെ ക്യാരക്ടർ നന്നാക്കണം. ട്രാൻസിൻ്റെയും മറ്റും താൽപ്പര്യം വയ്ക്കരുത്. ശരീര നിർവഹണാർത്ഥം കർമ്മവും ചെയ്യണം, ഉറങ്ങുകയും വേണം. ഹഠയോഗമല്ല. എന്നാൽ ഓർമ്മയുടെ യാത്രയെ ഒരിക്കലും മറക്കരുത്. യോഗയുക്തമായി ശുദ്ധ ഭോജനം ഉണ്ടാക്കുകയും കഴിപ്പിക്കുകയും ചെയ്യൂ. അത് കഴിക്കുന്നവരുടെ ഹൃദയം ശുദ്ധമാകട്ടെ. വരദാനം: തൻ്റെ സൂക്ഷ്മ ശക്തികളുടെ മേൽ വിജയിയാകുന്ന രാജഋഷിയും സ്വരാജ്യ അധികാരിയുമായ ആത്മാവായി ഭവിക്കട്ടെ. കർമ്മേന്ദ്രിയ ജീത് ആകുന്നത് സഹജമാണ്. എന്നാൽ മനസ്സ്, ബുദ്ധി, സംസ്കാരം ഈ സൂക്ഷ്മ ശക്തികളുടെ മേൽ വിജയിയാവുക എന്നത് സൂക്ഷ്മ അഭ്യാസമാണ്. ഏത് സമയത്ത് ഏത് സങ്കല്പം, ഏത് സംസ്കാരവും എമർജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അതേ സങ്കല്പവും അതേ സംസ്കാരവും സഹജമായി സ്വീകരിക്കാൻ സാധിക്കണം. ഇതിനെയാണ് സൂക്ഷ്മ ശക്തികളുടെ മേൽ വിജയം, അതായത് രാജഋഷി സ്ഥിതി എന്ന് പറയുന്നത്. അഥവാ സങ്കല്പ ശക്തിക്ക് ഇപ്പോൾ ഏകാഗ്രചിത്തമാകൂ എന്ന ഓർഡർ നൽകുമ്പോൾ രാജാവിൻ്റെ ഓർഡർ അതേ നിമിഷം അതേ പ്രകാരത്തിൽ അംഗീകരിക്കണം. ഇതാണ് രാജ്യ അധികാരത്തിൻ്റെ അടയാളം. ഈ അഭ്യാസത്തിലൂടെ അന്തിമ പേപ്പറിൽ പാസ്സാകും. സ്ലോഗൻ: സേവനങ്ങളിലൂടെ ഏതൊരു ആശീർവാദം ലഭിക്കുന്നുവോ ഇത് തന്നെയാണ് ഏറ്റവും വലുതിലും വലിയ സമ്മാനം. സേവനത്തിൻ്റെ അഭ്യാസം. വിശ്വമംഗളകാരിയായ ബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ ഈശ്വരീയ ഖജനാവുകൾ ഞാൻ ഈ വിശാല സേവനത്തിനായി വിനിയോഗിക്കുകയാണ്. ഞാൻ എൻ്റെ
സങ്കല്പശക്തി കൊണ്ട് ഈ വിശ്വത്തിൻ്റെ പരിധിയില്ലാത്ത സേവനം ചെയ്യുവാനായി എൻ്റെ ആത്മസ്വരൂപത്തെ സജ്ജമാക്കുകയാണ്. എൻ്റെ സങ്കല്പശക്തിയെയും സമയത്തിൻ്റെ ശക്തിയെയും വ്യർത്ഥമാക്കാതെ സമ്പൂർണ്ണ സമർത്ഥമാക്കി ഈ വിശാല സേവനത്തിന് നിമിത്തമാകുന്ന സഹയോഗി ആത്മാവാണ് ഞാൻ. എൻ്റെ സൈലൻസിൻ്റെ ശക്തിയിലൂടെ ശുഭഭാവനയിലൂടെയും മംഗളഭാവനയിലൂടെ മുഴുവൻ വിശ്വത്തിലും ആത്മീയതയുടെ അലകൾ ഇപ്പോൾ വ്യാപിക്കുകയാണ്. സന്തോഷത്തിൻ്റെ അലകൾ എന്നിൽ നിന്നും മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിക്കുകയാണ്. ഈ വിശ്വത്തിലെ ഭയഭീതരായ ആത്മാക്കളെ, പ്രതീക്ഷയറ്റ ആത്മാക്കളെ, ശ്രേഷ്ഠ ഭാവിയുടെ പുതിയ പ്രതീക്ഷകൾ ഉണർന്നു വരട്ടെ. അവരിലെ ഭയഭീതികൾ അകലട്ടെ, നിരാശകൾ നീങ്ങട്ടെ, സന്തോഷത്തിൻ്റെ അലകൾ അവരിൽ ഉൽപ്പന്നമാകട്ടെ.